കൺഗ്രാജുലേഷൻ ഡോക്ടർ. അപകടത്തിൽപ്പെട്ട് മിസ്റ്റർ മേനോനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ആരും തന്നെ പ്രതീക്ഷിച്ചല്ല അദ്ദേഹം രക്ഷപ്പെടുമെന്ന്. ഇത് മിസ്സിസ് മേനോനാണ്. ഓ, വിഷമിക്കാതിരിക്കൂ. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. മിസ്റ്റർ മേനോൻ ഇപ്പൊ സുഖമില്ല. ഈശ്വര, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയ ഡോക്ടർക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹവും അനുഗ്രഹവും മാത്രം മതി. അവനൊരു ഡോക്ടറായിട്ട് എത്ര കാലമായി? ഇതിനോടകം ഞാൻ അവനോട് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങനെ വെറുതെ പറഞ്ഞേച്ചു പോയി നോക്കുകയല്ല. ഈ കാര്യമെങ്കിലും ചേട്ടൻ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് ഇവിടുന്ന് പോകാം. അമ്മയും അമ്മാവനും എന്താ കാര്യമായ കൂടിയാലോചന? അപ്പൊ ഇതുവരെ കളിയാണെന്നാണോ എന്റെ വിചാരം? ഇനി ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ എങ്ങനെയിട്ട് നടത്തി ബുദ്ധിമുട്ടിക്കരുത്. അമ്മാവൻ പറഞ്ഞു വരുന്നത്, മോനെ, അമ്മാവൻ നിനക്ക് വേണ്ടി നല്ലൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോ വിവാഹം വേണ്ട അമ്മാവ. വിവാഹകാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ടായിട്ടല്ല. പിന്നെ വിവാഹപ്രായമെത്തിയ എന്റെ അനുജ അവൾക്കൊരു ജീവിതം കൊടുക്കാൻ സാധിക്കാതെ കാര്യങ്ങൾ സ്വാധീനമില്ലാത്ത രാധയ്ക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു വിധി ഉണ്ടായില്ലെങ്കിലും ആ വിധിയുടെ ശിക്ഷ കുറച്ചെങ്കിലും ഞാനും അനുഭവിക്കട്ടെ. അവളുടെ സുഖത്തിനു വേണ്ടിയാണ് അമ്മാവ ഞാൻ ജീവിക്കുന്നത്. എങ്കിൽ നീ അവൾക്ക് വേണ്ടി കുറെ സമ്പാദിക്കുകയെങ്കിലും ചെയ്യരുതോ? അമ്മാവ, എന്നെ ഒരു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറായിട്ട് മാത്രമേ കാണാവൂ. പണത്തിനു വേണ്ടി ചികിത്സിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ചികിത്സയ്ക്ക് പണമില്ലായിരുന്ന എന്റെ അച്ഛന്റെ അനുഭവം മറ്റാർക്കും ഉണ്ടാകരുത്. അന്ന് എനിക്ക് 10 വയസ്സ് കാണും. ഡോക്ടർ, എന്റെ അച്ഛന് അസുഖം വളരെ കൂടുതലാണ്. എന്റെ വീട്ടിലേക്ക് വേഗം ഒന്ന് വരണം. ഡോക്ടർ അദ്ദേഹം വർഗീസ് മുതലാളിയുടെ വീട്ടിലേക്ക് പോകാൻ. നീ പോയി വേറെ ആരെങ്കിലും വിളിക്കേ. എനിക്ക് മറ്റാരെയും അറിയത്തില്ല ഡോക്ടർ. എന്റെ പൈസയും ഇല്ല. എന്നാൽ വേഗം ധർമാശുപത്രിയിലേക്ക് കൊണ്ടുവരും. കാർ കൊടുക്കുന്നുണ്ട്, വരൂ. ഡോക്ടർ ഒന്ന് വേഗം വരും ഡോക്ടർ. ഡോക്ടർ, എന്റെ അച്ഛന് അസുഖം വളരെ കൂടുതലാണ്. പോടവിടെ. ഡോക്ടർ, ഡോക്ടറെ കണ്ടില്ലേ മോനെ? കണ്ടു. ഡോക്ടർ വന്നില്ലമ്മേ. അച്ഛനെ ധർമാശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞമ്മേ. മോനെ, സാരമില്ല മോനെ. അച്ഛനിപ്പോ കുറച്ച് ആശ്വാസമുണ്ട്. എന്റെ മോൻ കരയാതെ. മോളെ, അച്ഛന് നിന്റെ കാര്യം ഓർക്കുമ്പോ ഇങ്ങനെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. എന്റെ മോൻ പഠിച്ച് ഒരു വലിയ ഡോക്ടറാകണം. എന്നിട്ട് എല്ലാവരെയും ചികിത്സിക്കണം. നിന്റെ അനിയത്തിയുടെ കാൽ അങ്ങനെ എന്റെ അച്ഛൻ മരിച്ചു. എന്റെ അച്ഛന് 2 ആഗ്രഹങ്ങളായിരുന്നു. ഞാൻ പഠിച്ച ഒരു വലിയ ഡോക്ടറാകണം, എന്നിട്ട് എന്റെ അനുജത്തിയുടെ കാല് ഭേദമാക്കണം. രണ്ടാമത്തെ എന്നെ കൊണ്ട് സാധിച്ചില്ല. നീ വിഷമിക്കാതിരിക്കും. ഇതൊക്കെ ഒരു വിധിയാണെന്ന് വിചാരിച്ചാൽ സമയമാകുമ്പോൾ എല്ലാം ശരിയാകും. ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് വരാം. ഈ സാധനങ്ങൾ മോളെ കൊണ്ടുവെക്കാൻ കയറിയതാ. അമ്മേ, എന്താ ഇവിടെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിക്കരുതെന്ന് അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്. ഇവളാണെങ്കിൽ പറഞ്ഞാലോട്ട് കേൾക്കത്തുമില്ല. താഴെ വീഴുന്നെങ്കിൽ എന്താകുമായിരുന്നു? എന്താകാനാ? അമ്മയ്ക്കൊരു ശല്യം ഒഴിയും, ചേട്ടനൊരു ഭാരവും കുറയും. ഞാൻ വേദനിക്കുന്നത് നിനക്കിഷ്ടമാണെങ്കിൽ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ചേട്ടൻ ഞാൻ വെറുതെ പറഞ്ഞതാ. ചേട്ടനെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു. ഞാനൊരു പാവം ഞണ്ടിപ്പെണ്ണല്ലേ. ഞാനൊരു കാര്യം മറന്നുപോയി.
ചേട്ടന് ഒരു കല്യാണക്കുറിയുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. ഞാൻ എത്രയോ രോഗികളെ ചികിത്സിച്ചു കരുതുന്നു. പക്ഷേ എന്റെ അനുജത്തിന്റെ കാല് മാത്രം. നീ എന്താ മോനെ കൊച്ചുകുട്ടികളെ പോലെ എങ്ങനെ? നിന്റെ ഈ അതിരുകടന്ന വാത്സല്യം കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അമ്മേ, അവളുടെ കാലിന്റെ സ്വാധീനക്കുറവ് മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതാണ് എല്ലാറ്റിനോടും അവൾക്ക് വെറുപ്പും വിദ്വേഷവും. നമ്മൾ അവളോട് വളരെ സ്നേഹമായിട്ട് പെരുമാറണം അമ്മേ. ചേട്ടതേ കല്യാണക്കുറി. ആരുടെ കല്യാണം ഏട്ടാ? ഇത് എന്റെ ഒരു സ്നേഹിതൻ ഡോക്ടർ സുകുമാരന്റെ കല്യാണമാണ്. എല്ലാവരും കല്യാണം കഴിക്കുന്നു, ഞാൻ ഒരു കല്യാണം കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചിരിക്കുക. ചേട്ടൻ ഇപ്പൊ പറഞ്ഞ സത്യമാണോ? ചേട്ടൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അല്ലേ? എന്റെ തീരുമാനത്തിന് മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല. ചാക്ക നിൽക്കൂ, നീ എന്തിനാ കരയുന്നത്? ചേട്ടൻ എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വരും. പിന്നെ ചേട്ടൻ എന്നോടുള്ള സ്നേഹം മുഴുവനും അവരോടായിരിക്കും. ഞാനൊരു ഞൊണ്ടിയായതുകൊണ്ട് അവരും എന്നെ ഇഷ്ടപ്പെടത്തില്ല. എല്ലാവർക്കും എന്നോടായിരിക്കും വെറുപ്പ്. എല്ലാവരും എന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഞാൻ ഒറ്റയ്ക്കായി പോവും ചേട്ടാ. ചേട്ടൻ വെറുതെ നിന്നെ ശുണ്ഠി പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ? നിന്റെ കല്യാണം കഴിയാതെ ഒരു പെണ്ണിനെ ഈ പഠിക്കകത്ത് ഞാൻ കയറ്റൂല. നമ്മുടെ വീട്ടുമുറ്റത്ത് വലിയൊരു മുല്ലപ്പന്ത്, ഉയർന്നു പൊങ്ങുന്ന നാദസ്വരമേളം, നിറപറയും നിലവിളക്കും വെച്ചിരിക്കുന്ന വിവാഹ മണ്ഡപത്തിൽ സർവാഭരണ വിഭൂഷിതയായി എന്റെ അനുജത്തി മുഖം കുനിച്ച് നാണിച്ച് വരന്റെ അടുത്ത് വന്നിരിക്കും. കല്യാണം കഴിഞ്ഞ് ഗംഭീരമായ ഒരു സദ്യ, അതിനുശേഷം നിരവധി കാറുകളുടെ അകമ്പടിയോടുകൂടി വധു ഭക്തഗൃഹത്തിലേക്ക് പോകും. ഏതാനും മാസം കഴിഞ്ഞ് തിരിച്ചു വരും ഒരു ഓമന കുഞ്ഞിനെയും കൊണ്ട്. അപ്പൊ ഈ അമ്മാവൻ അവനെ വാരിയെടുത്ത് വാവാവോ വാവാവോ